ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി അലീന വരുന്നുണ്ട്. അലീനെ കണ്ടതും വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുതെന്ന്? അത് പിന്നെ മേഡം, ഞാൻ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാം. വേണ്ടടി, നീ എൻ്റെ റൂം ക്ലീൻ ചെയ്യണ്ട, ഇത് ഭവിത ക്ലീൻ ചെയ്തോളും എന്നും പറഞ്ഞ് വൈജ ഭവിതയെ വിളിക്കുന്നുണ്ട്. ഭവിതേ, എടി ഭവിതേ, ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? എന്തിനാ അമ്മ ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് ഒരുപാട് നോട്ട്സൊക്കെ എഴുതി തീർക്കാനുണ്ട്. എന്തിനാ അമ്മ വിളിക്കുന്നേ? എന്താ? ഡി ഭവിതേ, നീ അവളുടെ നിന്ന് ആ ബക്കറ്റും ഇതുമൊക്കെ മേടിച്ചിട്ട് എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്തേ. എനിക്ക് വേണ്ടി ഇനി അവളൊന്നും ചെയ്തു തരണ്ട. അതുകൊണ്ട് ഇനി മുതൽ നീ വേണം ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അയ്യോ അമ്മേ, എനിക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായതുകൊണ്ട് കുറേ അധികം നോട്ട് എഴുതാനും ഒക്കെ ഉള്ളതാ. അതിനിടയിൽ എനിക്ക് അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഓ, അപ്പോൾ നിനക്ക് ഈ അമ്മയെക്കാട്ടിലും വലുതല്ലേടി നിൻ്റെ പഠിത്തം? എൻ്റെ പൊന്നമ്മേ, അമ്മയുടെ ഈ വാശി വരികയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ടോ? അലീന ചേച്ചി നോക്കിക്കോളും അമ്മയുടെ കാര്യങ്ങളൊക്കെ. അല്ല, ഈ റൂം ഇപ്പോൾ ചേച്ചി ക്ലീൻ ചെയ്തെന്നും പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? ഇത്രയും കാലം ചേച്ചി തന്നെ അല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ പിന്നെ അമ്മയ്ക്കെന്താ ഇപ്പോൾ ഒരു പ്രശ്നം എന്നിങ്ങനെ ഭവിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ് പറയാണ്, എനിക്ക് പ്രശ്നമുണ്ടടി. എൻ്റെ കുടുംബം തകർത്തവളാ. ഇവള് എൻ്റെ ഒരു കാര്യവും എനിക്ക് ചെയ്തു തരണ്ട. എൻ്റെ ഭർത്താവിനെ പോലും തട്ടിയെടുത്തതാണ് ഇവള്. അങ്ങനെയുള്ള ഇവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മേഡം, ഞാൻ ഒരിക്കലും ബാലേന്ദ്രൻ സാറിനെ തട്ടിയെടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഞാനെൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അല്ലാതെ മേഡം വിചാരിക്കുന്നത് പോലെ ഞാനും സാറും തമ്മിൽ തെറ്റായൊരു ബന്ധവുമില്ല. ഛീ, നിർത്തടി, മിണ്ടി പോകരുത്. നീ ഒറ്റ എഴുത്തിയാണ് ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. എന്നിട്ട് അവൾ കിടന്ന് ന്യായീകരിക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മേഡം, ഞാൻ ന്യായീകരിക്കുന്നതല്ല. ഞാനിപ്പോൾ മേഡത്തിനോട് വഴക്കിടാനും വന്നതല്ല. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാനിപ്പോൾ തന്നെ അങ്ങ് പൊക്കോളാം എന്നും പറഞ്ഞ് അലീന ബക്കറ്റ് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിന് വൈജ അവളെ പിടിച്ച് റൂമിൻ്റെ വെളിയിലേക്ക് തള്ളുന്നുണ്ട്. അന്നേരം വീഴാൻ പോയ അലീന ചേച്ചി എന്നും പറഞ്ഞ് ബബിത ഓടി വന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. സോറി, ബബിതയല്ല, രോഹിത്താണ് ഓടി വന്ന് പിടിക്കുന്നത്. ഇത് കാണുമ്പോൾ വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. രോഹിത് അപ്പോൾ വൈജയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണിയായി കാണിക്കുന്നത്? അമ്മ എന്തിനാ അലീന ചേച്ചിയെ പിടിച്ച് തള്ളുന്നത്? പിന്നെ ഞാൻ എന്ത് വേണമെടാ? ഇവളെ റൂമിൽ കയറ്റി വെച്ച് പൂജിക്കണോ എന്നിങ്ങനെ വൈജയൻ ചോദിക്കും. ഈ നാശം പിടിച്ചവളോട് എൻ്റെ കൺമുന്നിൽ പോലും വരരുതെന്നും എൻ്റെ കാര്യങ്ങളൊന്നും അവൾ ചെയ്തു പോകരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. എന്നിട്ട് അവളത് കേൾക്കാതെ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വന്നേക്കുവാ. അപ്പോൾ രോഹിത് പറയും, അതിനെന്താ അമ്മേ, അലീന ചേച്ചി നല്ല കാര്യം തന്നെയല്ലേ ചെയ്തത്? ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അമ്മ വെറുതെ ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നത് എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ടേക്ക് ബാലേന്ദ്രനും വരുന്നുണ്ട്. എന്താ മക്കളെ, എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാതെ ഒരാൾ കരയത്തൊന്നുമില്ല. മോളെ ബബിതേ, എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, അമ്മ അലീന ചേച്ചി ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അലീന ചേച്ചി ക്ലീൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അലീന ചേച്ചിയെ പിടിച്ച് തള്ളുകയും ചെയ്തു എന്നൊക്കെ അവിടെ നടന്ന സംഭവങ്ങൾ മൊത്തം ബബിത തുറന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് വൈജ അവിടെ അനങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളിങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവരുടെയൊക്കെ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്? അവർക്ക് വേണ്ടി എന്തിനാ മോളോരോന്ന് ചെയ്തു കൊടുക്കാൻ പോകുന്നത്? നിന്നെ ഇവിടെ നിർത്തിയത് ഞാൻ അവളുടെ വേലക്കാരിയായിട്ടല്ല, അതായിരുന്നു പണ്ട്. ഇപ്പം നീയുണ്ടല്ലോ, ഈ ബാലേന്ദ്രൻ്റെ മകളാണ്, അല്ലാതെ കണ്ട അലവലാദികളുടെ വേലക്കാരിയല്ല. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ, ഞാനത് മറന്നുപോയി. ഇവളിപ്പോൾ നിങ്ങളുടെ അവിഹിത സന്തതിയാണല്ലോ. എന്നെ കെട്ടുന്നതിന് മുമ്പ് കണ്ട അലവലാതി സ്ത്രീകൾക്കൊപ്പം അഴിഞ്ഞാടി ഉണ്ടാക്കിയതല്ലേ ഇവളെ. എന്നിന് ഇപ്പം ഇവളുടെ തള്ള പോയപ്പോൾ ഇവൾക്കൊപ്പമല്ലേ നിങ്ങളുടെ അഴിഞ്ഞാട്ടം എന്നിങ്ങനെ വൈജ പറഞ്ഞു തീർത്തതും. എടി, നീ എന്താടി പറഞ്ഞത് എന്നും പറഞ്ഞ് മക്കൾ നോക്കി നിൽക്കാൻ തന്നെ വൈജയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് ബാലേന്ദ്രൻ. ഇനി നിൻ്റെ പിഴച്ച നാവ് വെച്ച് ഇനി ഇതേപോലെ എന്തെങ്കിലും സംസാരിച്ചില്ലുണ്ടല്ലോ, നിനക്ക് നാണം ഉണ്ടോടി എന്നെയും ഇവളെയും വെച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറഞ്ഞു വരുത്താൻ? ഒന്നുമില്ലെങ്കിലും നിൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഇവക്ക്. വൈജ അപ്പോൾ പറയുന്നുണ്ട്, ഓ, നിങ്ങളപ്പോൾ എന്നെ തല്ലിയല്ലേ? എന്നെ ഈ തല്ലിയതിന് നിങ്ങളോട് ഞാൻ പകരം ചോദിച്ചിരിക്കും. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൽക്കണ്ടടി, ഇപ്പം തന്നെ ഇറങ്ങിക്കോ. നീ ഈ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് ശകലം പോലും താല്പര്യമില്ല.
നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാടി. ഇനിയൊരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് നാണമില്ലാതല്ലേ തിരിച്ച് നീ ഇങ്ങോട്ട് തന്നെ വന്നത്. അതും പോരാഞ്ഞിട്ട് അവൾ കയറി അങ്ങ് ഭരിക്കുക. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് ശകലം പോലും താല്പര്യമില്ലായിരുന്നു. ആ ഗംഗേട്ടനും ശിവേട്ടനോട് നിർബന്ധിച്ച് എന്നെ ഇവിടെ കൊണ്ടാക്കിയതാണ്. ഗംഗേട്ടനൊന്ന് പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് വാടക വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. രോഹിത്തെ, ബബിതെ, എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെടുത്തോ. നിങ്ങളും ഇപ്പം എൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ രോഹിത്തും ബബിതയും മുഖാമുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. അമ്മയും അമ്മയുടെ വാശിയൊക്കെ കളഞ്ഞ് ഇവിടെ തന്നെ താമസിക്കണം. അപ്പോൾ വൈജു പറയുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്? ഇനിയും ഞാനിവിടെ താമസിക്കണമെന്നോ? നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇയാൾ എന്നെ തല്ലിയത് നീയും കണ്ടതല്ലേ? എന്നിട്ട് ഇനിയും ഞാൻ വെങ്ങേറെ വീട്ടിൽ നിൽക്കണമെന്നോ? അതിനി വൈജന്തിയെ കിട്ടില്ല. നീയൊന്നും എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ വരണ്ടടാ. ഒറ്റയ്ക്ക് ജീവിക്കാനും ഈ വൈജന്തിയെ കൊണ്ട് പറ്റും. നിങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചേക്കുന്ന ഈ നശിച്ചവളുണ്ടല്ലോ, ഒരു ദിവസം അവൾ നിങ്ങളെയൊക്കെ തിരിഞ്ഞു കൊത്തും എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുമ്പോഴത്തേനും അലീന വന്നിട്ട് പറയുന്നുണ്ട്, മേഡം പോകരുത്, പ്ലീസ് മേഡം ഇവിടുന്ന് പോകരുത്. നിർത്തടി. ഇവരുടെയൊക്കെ മുന്നിൽ നീ അഭിനയിച്ചങ്ങ് ഫലിപ്പിക്കുന്നത് പോലെ ആ അഭിനയം കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് വൈജ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഭവിത ഗംഗാധര മേനോനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്കിളെ, അമ്മ വീട്ടിൽ നിന്ന് പോയി. ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? വൈജ വീട് വിട്ട് പോയെന്നോ? അവൾ എങ്ങോട്ടായി പോയേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? അപ്പോൾ ഭവിത പറയുന്നുണ്ട്, ആ അങ്കിളെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നും പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം ഭവിത ഗംഗേട്ടൻ്റെ ഇരിക്കാൻ പറയുകയാണ്. അങ്കിളൊന്ന് ഇവിടം വരെ വരുമോ? ആ മോളെ, ഞാൻ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് ഗംഗേട്ടൻ മനുവിനെയും കൂട്ടിക്കൊണ്ട് കടപ്പാറ്റൂർ വീട്ടിലെത്തുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാവരും കൂടി ഒരുപാട് വട്ടം വൈജ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും വൈജ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഗംഗേട്ടനും മനുവും കൂടെ അലീനെ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നേ? അന്നേരം അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാങ്കിളേ. എനിക്കിവിടുത്തെ ജീവിതം മടുത്തു. ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ. അങ്കിള് അച്ഛനോടൊന്ന് പറയാമോ? ഗംഗേട്ടൻ പറയുന്നുണ്ട്, മോള് കരയാതിരിക്കെ, നമുക്കെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഞാൻ ബാലേന്ദ്രനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഗംഗേട്ടനും മനുവും കൂടി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഗംഗേട്ടൻ്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പെങ്ങളെ തല്ലിയതിന് പകരം ചോദിക്കാൻ വന്നതാണോ? അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്താ ബാലേന്ദ്ര ഇതൊക്കെ? അവളെ തല്ലിയതുകൊണ്ട് അവൾ ഇനി വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ അടങ്ങിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ? അടങ്ങിയിരുന്ന അവൾക്ക് തന്നെ കൊള്ളാം. അവളുടെ പഴയ നാടന്ന കഥകളൊക്കെ ഞാൻ ഗംഗേട്ടന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 23 വർഷക്കാലമാണ് നിങ്ങളും നിങ്ങളുടെ പെങ്ങളും ഒക്കെ കൂടി ചേർന്ന് എന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ചത്. അതിനുള്ളതൊക്കെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കും. എണ്ണി മക്കൾ നിൽക്കെ തന്നെ ഞാൻ അവളോട് ഓരോന്നും ചോദിക്കും. അതിനു മുമ്പ് എനിക്കൊരാളെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പെങ്ങളുടെ കാമുകനുണ്ടല്ലോ, ആ സ്റ്റാൻലി, അയാൾ എവിടെയാണെങ്കിലും ഞാൻ അയാളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ പെങ്ങളുടെയും മുന്നിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് ഞാൻ അവളോട് ചോദിക്കും, 23 വർഷക്കാലം എന്നെ ഒരു വിഡ്ഢിയാക്കിയതിനും പാവം പിടിച്ച ആ അലീന എന്ന പെൺകുട്ടിയെ ഒരു അനാഥയാക്കിയതിനും അവളോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. എണ്ണി ഞാൻ അവളെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും എന്നൊക്കെ ബാലേന്ദ്രൻ ഗംഗേട്ടനോട് പറയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, നീ വെറുതെ എടുത്തിയാട്ടൊന്നും കാണിക്കരുത്. പ്രശ്നങ്ങളൊക്കെ വലുതാക്കാതെ നമുക്ക് പതിയെ സൂക്ഷ്മമായി തന്നെ തീർത്താൽ പോരെ. ഇതെല്ലാം അവളുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട് നടക്കുന്നതാണ്. നീ പഴയതൊക്കെ മറക്കണം. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഗംഗേട്ടാ, അങ്ങനെ പഴയതൊക്കെ മറന്നു കളയാൻ മാത്രം വെറും ഒരു പൊട്ടനല്ല ഞാൻ. എന്തായാലും തൽക്കാലം രോഹിത്തിൻ്റെ കേസൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ ആവശ്യം സ്റ്റാൻലിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് അലീനയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. അവൾക്ക് അവളുടെ അച്ഛനെ കിട്ടും. അതോടുകൂടി എൻ്റെ മക്കളുടെ മുമ്പിൽ നിങ്ങളുടെ പെങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളെല്ലാം അപ്പോൾ ആലോചിച്ചിട്ട് തന്നെയാണോ? അതേടാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇപ്പോൾ വൈജ എങ്ങോട്ടാ പോയതെന്ന് നിനക്കറിയുമോ? അവളെയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നിങ്ങളുടെ പെങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? എനിക്കൊരു ചുക്കുമില്ല.
എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര, നിനക്ക് അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അവൾ ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയാണ്. ഓ ഭാര്യ, അവളുടെ ഭർത്താവ് സ്ഥാനമൊക്കെ ഞാൻ എന്നേ ഒഴിഞ്ഞു കളഞ്ഞു. അവളുടെ കാമുകനെ കണ്ടുപിടിക്കുന്നത് വരെയേ ഉള്ളൂ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളുടെ ഈ ദാമ്പത്യം. അത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവളെ ഞാൻ പറിച്ചു മാറ്റിയിരിക്കും. ബാലേന്ദ്ര, ഇനി ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല. ഇനി നീയെല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. പിന്നെ നീ ഒരു കാര്യം കൂടി ഓർക്കണം, അലീന വൈജയുടെ മകളാണെന്ന് അവൾ എന്ന് തിരിച്ചറിയുന്നുവോ അതിനു ശേഷം പിന്നീട് ഒരു നിമിഷം പോലും അവൾ ജീവനോടിരിക്കില്ല എന്നും പറഞ്ഞ് ഗംഗാധര മേനോൻ അവിടെ നിന്ന് പോകും. അപ്പോൾ മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിളെ, എടുത്തു ചാടി അങ്ങളൊരു തീരുമാനവും എടുക്കരുത്, ഞാൻ അങ്കിളിനെ വിളിക്കാം എന്നും പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകും. അന്നേരം ബാലേന്ദ്രൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരിക്കും. അതിനുശേഷം മനുവും ഗംഗേട്ടനോടെ അവിടെ നിന്ന് പോകാൻ നേരം ബബിത ചോദിക്കും, എന്തായി അങ്കിളെ, അച്ഛനെ കണ്ട് സംസാരിച്ചോ? ആ സംസാരിച്ചു മോളെ. നിൻ്റെ അച്ഛൻ എന്തായാലും ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. അതെന്താ അങ്കിളെ? അച്ഛനമ്മയോട് ഇതിന് മാത്രം ദേഷ്യം തോന്നാൻ വേണ്ടി അമ്മ എന്ത് തെറ്റാണ് അച്ഛനോട് ചെയ്തത്? അത് പിന്നെ മോളെ, നിങ്ങളുടെ അമ്മ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ അറിയണ്ട. അല്ല, അമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അത് പിന്നെ ഞങ്ങളെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാടക വീട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ. ഇനി ചിലപ്പോൾ മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും അമ്മ പോയത്. അതെവിടെയാണെന്ന് മോൾക്കറിയാമോ? അത് പിന്നെ അതെവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ മുമ്പൊരിക്കൽ വീട് നോക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അമ്മ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അതെവിടെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ബബിത ഫോണെടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ലൊക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. ദേ അങ്കിളെ, കിട്ടി. അന്നൊരിക്കൽ അമ്മ എനിക്ക് അയച്ചു തന്നാ എന്നും പറഞ്ഞ് ബബിത അത് ഗംഗാധര മേനോന് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ നിമിഷം തന്നെ മനുവും ഗംഗേട്ടനും കൂടി വൈജ വാടകയ്ക്ക് താമസിക്കുന്ന വീട് കണ്ടുപിടിക്കും. അവിടെ ചെന്ന് മനു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ വൈജ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. മനുവിനെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട്, ആഹാ, നിങ്ങളായിരുന്നോ? ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാണോ? അപ്പോൾ ഗംഗേട്ടൻ വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജെ, നീ എന്തിനുള്ള പുറപ്പാടാണ്? അല്ലെങ്കിൽ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? എന്തിനാണ് ബാലേന്ദ്രനെയും അലീനയും വെച്ച് അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലൊക്കെ നീ സംസാരിച്ചത്? പിന്നല്ലാതെ ഞാൻ എന്തു പറയണമെന്ന് ഏട്ടൻ പറയുന്നത്? അവരെ വെച്ച് നല്ലത് പറയണമായിരുന്നോ? ഒന്നും അല്ലെങ്കിൽ 3 കുട്ടികളുടെ അച്ഛനല്ലേ അയാൾ? അയാൾക്ക് അവളെ പിരിയാൻ വയ്യ പോലും. ഭാര്യയും മക്കളും പോയാലെന്താ, അവൾ മതി അയാൾക്ക്. ഗംഗേട്ടനറിയുമോ, ഇന്ന് അവളെ പറഞ്ഞപ്പോൾ അയാൾ എന്നെ തല്ലി. ആ, അതൊരു കുഴപ്പമില്ല, നീ അത് ചോദിച്ചു വാങ്ങിയതല്ലേ വൈജയ്. നിനക്ക് നാണം ഉണ്ടോടി? ഒന്നുമല്ലെങ്കിലും നിന്റെ മകളുടെ പ്രായമല്ലേ അവൾക്കുള്ളൂ. ബാലേന്ദ്രൻ അവളെ മകളെ പോലെയാണ് കാണുന്നത്, അലീനയാണ് അവളെ അച്ഛനെ പോലെയും. അയ്യോ ഗംഗേട്ട, അച്ഛനെ പോലെയെന്നല്ല, അച്ഛൻ തന്നെ. അയാൾക്ക് മറ്റൊരു സ്ത്രീയിൽ പിഴച്ചുണ്ടായതല്ലേ അവള്. അത് അയാൾ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. അയാൾക്ക് ശകലമെങ്കിലും നാണമുണ്ടോ ഗംഗേട്ട? അയാൾക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ. അന്നേരം ഗംഗേട്ടൻ വൈജയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, അവനെ കുറ്റം പറയാൻ മാത്രം എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? നീയും ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഒരു കുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ചതല്ലേ? അതൊക്കെ ശരി തന്നെയാണ് ഗംഗേട്ടാ. അങ്ങേര് അവളെ പഠിപ്പിച്ചോട്ടെ, കാശ് കൊടുത്തോട്ടെ, അവളുടെ കല്യാണം വേണമെങ്കിലും അങ്ങേര് നടത്തി കൊടുത്തോട്ടെ, എനിക്കതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവളെ ഉണ്ടല്ലോ ആ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. എനിക്കവളെ കാണുന്നത് പോലും ദേഷ്യവാ, വെറുപ്പാ. ദേ നോക്ക് വൈജേ, അവൾ ഒരൊരാൾ കാരണമാണ് നിന്റെ മകനിപ്പോൾ തല ഉയർത്തി പുറത്തിറങ്ങി നടക്കുന്നത്. അവൾ കാരണമല്ലായിരുന്നോ രോഹിത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞത്? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹരിക്കൊപ്പം അവനും കിടന്നേനെ ജയിലിൽ. ഓ, ഇപ്പോൾ അങ്ങനെയായോ? അവൾ കാരണമാണെന്ന് എന്ത് കണ്ടിട്ടാണ് ഗംഗേട്ടൻ നീ പറയുന്നേ? എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് രോഹിത്ത് പുറത്തിറങ്ങിയത്, അല്ലാതെ ആ അലീന കാരണമൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും നീ ഇപ്പോൾ എന്തിനുള്ള പുറപ്പാടാ വൈജയ്? നീ എന്തിനാണ് ഈ വാടക വീട്ടിലേക്ക് ഇപ്പോൾ മാറിയത്? ഇവിടെ ഇപ്പോൾ നിന്നെ നോക്കാനായിട്ട് ആരുണ്ട്? നീ ഈ വാശിയൊക്കെ മാറ്റി വെച്ച് എൻ്റെ കൂടെ ഇപ്പം നീ വരണം. എങ്ങോട്ടാ ഗംഗേട്ടൻ ഞാൻ വരേണ്ടത്? മറ്റെവിടേക്കാ? കടപ്പാട്ടൂരിലേക്ക് എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ ഗംഗേട്ടനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് വൈജ പറയുന്നുണ്ട്, ഇല്ല ഗംഗേട്ടാ, ഞാനിനി അങ്ങോട്ടേക്കില്ല. ഇനി ഈ വൈജ അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ അലീന ഉണ്ടല്ലോ, അവൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ദേ നോക്ക് വൈജയ്, അവൻ്റെ മുന്നിൽ വാശി പിടിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല.
ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ അറിയും. അപ്പോൾ ഇന്ന് നീ അവനോട് ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൻ നിന്നോട് തിരിച്ചു ചോദിക്കും. അതൊക്കെ അപ്പോഴല്ലേ ഗംഗേട്ടാ. എന്തായാലും തൽക്കാലം ഇപ്പം എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെയാണോ വൈജയ്? അങ്ങനെയാണ് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനിയൊരു പ്രശ്നവും പറഞ്ഞുകൊണ്ട് നീ ഇനി ഞങ്ങളെ ആരെയും വിളിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടനും മനുവും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയന്തി തിരിച്ച് വാടക വീട്ടിൽ നിന്ന് കടപ്പാട്ടൂരേക്ക് തന്നെ പോകുന്നുണ്ട്.